പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്ന വിഷയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദൻ്റെ നാരായണീയം എന്ന ഭക്തി കാവ്യത്തിലെ ഭക്തിപ്രാർത്ഥന എന്ന 3-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാകുന്നു. ദശകം മുഴുവനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയാണ്. രോഗം മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയാണ്. ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കുക. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോബി സുഖിനോ ഭവസ്നേഹി സോഹം സുബഹു പരിതപ്യേജകിം അകീർത്തിസ്തേ മാഭൂത്വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഝടിതി കുരുമാകം സദമന. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജഹ അഭി സുഖിനഃ ഭവസ്നേഹി സഹ അഹം സുബഹു പരിതപ്യേ ച കിം ഇദം അകീർത്തിഃ തേ മാ അഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമന. ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഹേ മരുദ്ഗേഹാധീശ ത്വയി പരാഞ്ജഹ അഭി സുഖിനഃ ഖലു ഭവസ്നേഹി സഹ അഹം സുബഹു പരിതപ്യേ ച ഇദം കിം. ഹേ വരദ കംസദമന തേ അകീർത്തിഃ മാ അഭൂത് ഗതഭാരം പ്രമശയൻ മാം ഝടിതി ഭവദ്ഭക്തോത്തംസം കുരു. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. ഇവിടെ വനമാല വ്യാഖ്യാനത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. വരദ, കംസദമന എന്നീ വാക്കുകൾക്കൊക്കെ തന്നെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അർത്ഥമാക്കുന്നത് വരദ എന്ന വാക്കുകൊണ്ട് ഗജേന്ദ്രനെയും പ്രഹ്ലാദിനെയും രക്ഷിച്ചതുപോലെ തന്നെയും കംസദമന എന്ന വിശേഷണം കൊണ്ട് കംസനെ നിഗ്രഹിച്ചതുപോലെ തന്നെ തൻ്റെ രോഗത്തെയും നിഗ്രഹിക്കണമെന്നും സാരം പറഞ്ഞു കാണുന്നു. ഇപ്രകാരമാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയിൽ നിന്നും മുഖം തിരിച്ചിരിക്കുന്നവർ പോലും സ്വസ്ഥമായി സുഖമായി ജീവിക്കുന്നു. എന്നാൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന എനിക്കോ വളരെയധികം ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ ഈ വാതരോഗം മൂലം അനുഭവിക്കേണ്ടി വരുന്നു. എന്താണ് ഇതിന് കാരണം? അല്ലയോ വരദ, അങ്ങേക്ക് ദുഷ്കീർത്തി ഉണ്ടാകാൻ ഇട വരരുത്. ഹേ കംസദമന, എൻ്റെ രോഗങ്ങളൊക്കെ ശമിപ്പിച്ച് എന്നെ അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനാക്കിയാലും. ഇതാകുന്നു ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.